നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിക്കുകയാണ് നമ്മുടെ ജോസ് കെ മാണി. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം മുന്നണി വിടുമോ എന്ന ആശങ്കയിൽ നട്ടം തിരിയുകയാണ് നമ്മുടെ മുഖ്യനും സർക്കാരും. അതിനുള്ള അണിയറ നീക്കങ്ങൾ കേരള കോൺഗ്രസ് എം ക്യാമ്പിൽ നടക്കുന്നതായി സൂചനകളും വരുന്നുണ്ട്. ഈ ആശങ്കകൾക്കിടയിൽ ജോസ് കെ മാണിയെ സോണിയാഗാന്ധി നേരിട്ട് വിളിച്ച് സംസാരിച്ചെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാലയടക്കം നേരത്തെ മത്സരിച്ച സീറ്റുകൾ വേണമെന്ന ആവശ്യം ഉപാധിയായി വെച്ചതായും സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തു കാണിക്കുന്നില്ലെങ്കിലും കേരള കോൺഗ്രസ് തങ്ങളോടൊപ്പം ചേർന്നേക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ. എന്നാൽ ഇതിൽ വിലങ്ങുതടിയായി നിൽക്കുന്നത് റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം നേതാക്കളുടെ അതൃപ്തിയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരസ്യമായി തന്നെ റോഷി അഗസ്റ്റിൻ തന്റെ മുന്നണി മാറ്റത്തിനെതിരെയുള്ള നിലപാട് അറിയിച്ചു കഴിഞ്ഞു. ഇടത് നേതാക്കൾക്കൊപ്പമുള്ള ഫോട്ടോയ്ക്ക് തുടരുമെന്ന അടിക്കുറിപ്പുമായാണ് റോഷി അഗസ്റ്റിന്റെ പോസ്റ്റ്. കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടേക്കുമെന്ന സൂചനയ്ക്കിടെയാണ് റോഷി അഗസ്റ്റിന്റെ ഈ പ്രതികരണം ശരിക്കും ജോസ് കെ മാണിക്ക് മുന്നണി വിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തന്നെ പറയേണ്ടി വരും. സത്യം പറഞ്ഞാൽ മധുരിച്ചിട്ടിറക്കാനോ കഴിച്ചിട്ട് തുപ്പാനോ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ജോസ് കെ മാണി. നേരത്തെ ജോസ് കെ മാണി മുന്നണി വിടുന്ന സമയത്ത് ഒരു വിഭാഗം നേതൃത്വങ്ങൾക്ക് ഈ തീരുമാനത്തോട് താല്പര്യമില്ലായിരുന്നു. ജോസ് കെ മാണിയെ പിടിച്ചു നിർത്താമായിരുന്നു എന്നൊക്കെ അഭിപ്രായങ്ങൾ ദേശീയ തലത്തിൽ തന്നെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ച് UDF-ലേക്കുള്ള ജോസിന്റെ പ്രവേശനത്തിന് ഹൈക്കമാൻഡ് സോണിയാഗാന്ധി നേരിട്ട് പച്ചക്കൊടി കാണിച്ചതിൽ അത്ഭുതപ്പെടാനില്ല. ഹൈക്കമാൻഡ് മാത്രമല്ല, UDF മുന്നണിയിലെ എല്ലാവരും തന്നെ ഇരു കൈകളും നീട്ടി തന്നെയാണ് ജോസ് കെ മാണിയെ UDF-ലേക്ക് സ്വീകരിക്കാനിരിക്കുന്നത്. കേരള സർക്കാരെ പ്രതിരോധത്തിലാക്കി കേരള കോൺഗ്രസ് എം തിരികെ UDF-ലേക്ക് വരുമെന്നതിന്റെ സൂചന ജോസ് കെ മാണി നേരത്തെ തന്നെ തന്നിരുന്നു. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് വിളിക്കുന്ന സമരങ്ങളിൽ ജോസ് കെ മാണിയും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുമായി നല്ല ബന്ധം ഇപ്പോഴും ജോസ് കെ മാണി നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തിരികെ വരുമ്പോൾ സ്വീകരിക്കാതിരിക്കാനും മാത്രം വേറെ കാരണങ്ങളൊന്നും ഹൈക്കമാൻഡ് കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ വാർത്തയിലൂടെ നമ്മുടെ ഇടത് സർക്കാരിന് ഒരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പാലടക്കമുള്ള സീറ്റുകൾ കൈയടക്കാമെന്ന മുഖ്യന്റെ കണക്കുകൂട്ടലുകൾ ഇതോടെ അസ്തമിച്ചു എന്ന് തന്നെ പറയാം. എങ്കിലും റോഷി അഗസ്റ്റിന്റെ ഈ വിട്ടുനിൽക്കൽ ജോസ് കെ മാണിയെ പ്രതിസന്ധിയിലാക്കുമോ എന്നാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.